ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഡോറബ്ജി ക്യൂട്ട് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് നമുക്ക് വീഡിയോ ഒന്നും ഇടാൻ പറ്റുന്നില്ലായിരുന്നു. ഇതിൻ്റെ നമ്മൾ ഇൻട്രൊഡക്ഷൻ പറയുന്ന നമ്മുടെ ഗബ്രോട്ടൻ കേട്ടു കേട്ടോ. മോളെ അതിനെക്കൊണ്ടൊന്ന് മുറ്റത്തോട് കൂടി. അപ്പോൾ ഇതേണ്ടേ നമ്മൾ എടുക്കാൻ വേണ്ടി മനസ്സിലായി, വീഡിയോ എടുക്കുകയാണെന്നുള്ളത് മനസ്സിലായി. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഡോറ മീനൊക്കെ വെട്ടിക്കൊണ്ടിരിക്കുക. അപ്പം മൊത്തത്തിൽ കുഴയും. അതുകൊണ്ടാണ് പിന്നെ ഗബ്രൂട്ടിനെ നമ്മൾ ഒഴിവാക്കിയത്. ഇന്ന് നമുക്ക് കിട്ടിയത് കണ്ടേ, അങ്ങോട്ട് കൊണ്ടുപോടി വേണ്ടേ. ഇന്ന് നമുക്ക് ചീലാവാണ് കിട്ടിയത്. കണ്ട, അത്യാവശ്യം വലിയ ചീലാവാട്ടോ, ചെറിയ ചീലാവൊന്നുമല്ല, അത്യാവശ്യം വലിയ ചീലാവാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. അപ്പോൾ എന്താ പറയുക, നമ്മൾ ഇന്ന് ചീലാവ് കറി, ചോറ്, പിന്നെന്താ വയ്ക്കുന്നത്, മെഴുക്കുവരട്ടി വെച്ചു. കോവയ്ക്ക മെഴുക്കുവരട്ടി വെച്ചു. പിന്നെ മീൻകറി ഇന്നലത്തെ ഇരിപ്പുണ്ട്, ചെങ്കലവ മീൻകറി ഇരിപ്പുണ്ട്. ഇത് ഇന്ന് മീൻകറി വെക്കാനല്ലേ. അപ്പോൾ തേങ്ങയ്ക്കൊക്കെ മുടിഞ്ഞ വിലയായതുകൊണ്ട് മുളക് കറിയിൽ അങ്ങ് ഒതുക്കും. അപ്പോൾ കുറേ ദിവസമായിട്ട് നമുക്കിവിടെ ഉണ്ടായിരുന്നു കേട്ടോ, തെങ്ങുകളുണ്ട്, പക്ഷെ തേങ്ങ കടർന്ന് വീണ് തീർന്നു. നമ്മളെല്ലാം എടുത്തു. ഇനി അടത്താൻ വേണ്ടി വിളിച്ചപ്പോഴത്തേക്ക് ലോകത്തില്ലാത്ത ചാർജാ ചോദിക്കുന്നത്. കടയിൽ പോയി തേങ്ങ വാങ്ങിക്കുന്നതിനേക്കാളും ചാർജാണ് തെങ്ങ കയറ്റുന്നതിന്. അപ്പം പിന്നെ ഇങ്ങനെ അടന്ന് വീഴുവാണെങ്കിൽ കിട്ടട്ടെ എന്ന് വിചാരിച്ചിരിക്കുക. 1, 2, 3, 4 മൂടുണ്ട്. അതിൽ എല്ലാം ഇങ്ങനെ അടന്നു വീഴുന്നു. പിന്നെ നമുക്ക് നമ്മുടെ വഴിയിൽ നിൽക്കുന്ന തെങ്ങിനകത്ത് നിന്ന് വീഴുന്ന തേങ്ങ ഒന്നും കിട്ടാറില്ല. എങ്ങോട്ടാണ് പോകണമെന്നൊന്നും അറിയത്തില്ല. തെങ്ങിനകത്ത് തേങ്ങ നിൽക്കുന്നത് ഞങ്ങൾക്ക് കാണാം, ഉണങ്ങി നിലത്ത് വീഴുന്നത് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. തേങ്ങ എങ്ങോട്ട് പോകുന്നതെന്ന് അറിയത്തില്ല. അപ്പോൾ കുറേ ദിവസമായിട്ട് നമുക്ക് വീഡിയോ ഒന്നും ഇടാൻ പറ്റുന്നില്ലായിരുന്നു. കുറച്ച് തിരക്ക്, ഞാൻ മീൻ വെട്ടുന്നോണ്ടാണ് ഇങ്ങോട്ട് ശ്രദ്ധിക്കുന്നത്. അപ്പോൾ കുറേ ദിവസമായിട്ട് നമ്മൾ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഞാനുണ്ടെങ്കിലേ ഡോറയ്ക്ക് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഡോറ വീഡിയോ എടുക്കില്ല, മടിച്ചിയാ. ജോലി കഴിഞ്ഞിട്ട് കയറി കിടന്ന് നോക്കണം എന്ത് ചെയ്യാനായിട്ടാ. ഉറങ്ങിയത് എപ്പോഴാന്ന് ഇയാളെന്ന് കാണിച്ചത് പറഞ്ഞു. എപ്പോഴാണ് ഇയാൾ ഉറങ്ങാഞ്ഞത്? എപ്പോഴാ ജോലി കഴിഞ്ഞിട്ട് എപ്പോഴാ ഉറങ്ങിയത്? ഉറങ്ങിയോ? രാത്രി വൈകിട്ട്. അപ്പൊ ഞാൻ കിടന്നു. ഉറങ്ങില്ലേ? എപ്പോ ഞാൻ വിളിച്ചപ്പോഴല്ലേ ഇയാൾ കിടക്കുവാണല്ലോ. ഇയാള് കണ്ടായിരുന്നു ഞാൻ വിളിച്ചപ്പോ ഇയാൾ കിടക്കുവാണോ? അല്ല, ഞാൻ തിരുവനന്തപുരത്ത് പോയിട്ടോ. കിടന്നില്ലല്ലോ. രാത്രി വരാറ്. ഇപ്പൊ ഞാൻ വിളിച്ചപ്പോഴത്തേക്ക് ഞാൻ കിടക്കു വെച്ചായ, എന്ത് എത്തിച്ചായ, എവിടെ എത്തിച്ചായ എന്ന് ചോദിച്ചെന്ന് പറഞ്ഞവളാണ് കേട്ടോ. ഈ കത്രിക ഞാൻ വായിക്കാത്ത കുത്തിക്കേറ്റു. പറ, കിടന്നെന്ന് പറഞ്ഞോ? കിടക്കുവാണെന്ന് പറഞ്ഞായിരുന്നോ? കിടന്നത് കുഞ്ഞിനെ ഉറക്കാൻ വേണ്ടി. എന്നോട് അങ്ങനെയല്ല പറഞ്ഞത്. നിങ്ങൾ ഫുഡ് കഴിക്കാൻ കയറിയ സമയത്ത്. ഇല്ല, ഞങ്ങൾ ഫുഡ് കഴിച്ചില്ലല്ലോ. നിങ്ങള് അവന്റെ കൂടെ ഫുഡ് കഴിക്കാൻ കയറുന്നപ്പോൾ രാത്രി 7:30 സംഭവം പറയുന്നത്. 3:30 ആയപ്പോ നീ എന്നെ വിളിച്ചോ? അന്നേരം ഞാനിവിടെ ചോറ് കഴിച്ചോണ്ടിരിക്കുവാ. ഞാൻ കിടക്കുവാണെന്നാണോ പറഞ്ഞത്? ഇല്ല, പറഞ്ഞില്ല. ഞാനിപ്പം പകല് കിടക്കാറില്ല, കുഞ്ഞിന് പാല് കൊടുക്കാൻ വേണ്ടി മാത്രമേ. പെരിങ്കള്ളി. അപ്പൊ അമ്മ ഇവിടെ ഉണ്ട്, പിള്ളേർ ഇവിടെ ഉണ്ട്. ചോദിച്ചു, തിരുവനന്തപുരത്ത് പോകുന്ന എനിക്ക് ഇതൊക്കെ കാണാൻ പറ്റും. ഇവിടെ ആണോ ഇരിക്കുന്ന, റൂമിനകത്താണോ ഇരിക്കുന്നത്? അതല്ല ഞാൻ പറഞ്ഞത്. രണ്ടാമത്തോട്ടം ഞാൻ വിളിച്ചപ്പോൾ ഇയാൾ കിടക്കുവാന്നാണല്ലോ പറഞ്ഞത്. രണ്ടാമത് ഞാൻ കുഞ്ഞിന് പാല് കൊടുക്കാൻ വേണ്ടി കിടക്കുന്നതല്ല, ഞാൻ ഉറങ്ങിയില്ലെന്ന്. കൊടുക്കാൻ വേണ്ടി കിടന്നിട്ട് അവിടെ കിടന്ന ഒരു നൈസായിട്ട്. ഇല്ല, സത്യമായിട്ട് ഞാൻ ഉറങ്ങിയില്ല. അയ്യേ, മൊത്തം നനഞ്ഞിരിക്കുന്നത്. ഇതെന്ത് ഇത്ര നനഞ്ഞിരിക്കുന്നത്? മീൻ വെള്ളമാണോ അതല്ലോ? അപ്പോൾ നമ്മളെന്ന് വെച്ചാൽ തിരക്കും കാര്യങ്ങളൊക്കെ കൊണ്ടാണ് കുറേ ദിവസമായിട്ട് നമുക്ക് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റാതായി പോയത്. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ അത്യാവശ്യം വൈറലായി. അത്യാവശ്യം ആൾക്കാരെ അന്വേഷിക്കാനൊക്കെ തുടങ്ങി. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ 3 പോയിന്റ് ഇവക്കൊന്നും അറിയത്തില്ല കേട്ടോ. ഇവളെല്ലാം എന്താ പറയുന്നത്, ലാസ്റ്റ് നിമിഷത്തിലേ അറിയാറുള്ളൂ. അതുകൊണ്ടാണ് എല്ലാം കാണും, എല്ലാം അറിയും. പക്ഷേ സംഗതി എന്ന് വെച്ചാൽ എങ്ങനെയാണെന്നറിയോ, ഞാനൊന്നും അറിഞ്ഞിട്ടില്ല, എനിക്കൊന്നും അറിയത്തില്ല. ഇതാണ് ഇവളുടെ ക്യാരക്ടർ. ചേച്ചി സത്യമാണോ? അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ നമ്മുടെ വീഡിയോസ് ഒക്കെ വൈറലായി. ഇൻസ്റ്റാഗ്രാമിൽ മാത്രമല്ല, നമ്മുടെ യൂട്യൂബ് നമ്മുടെ ഒരു വീഡിയോ എടുത്തിട്ട് ഒരു ചേട്ടൻ വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും ചിലരൊക്കെ. പിന്നെ അതുപോലെ തന്നെ കുറെ സെലിബ്രിറ്റീസ് വന്ന് നമുക്ക് കമന്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം നമ്മുടെ വീഡിയോ വൈറലായി. 3.6 മില്യൺ ആയി. അതുപോലെ തന്നെ നമ്മുടെ മറ്റൊരു ഓൺ വോയിസ് വീഡിയോ 43 മില്യനായി. ഇത് 3.6 മില്യൺ, 43 മില്യനായി. 43. ഞങ്ങളുടെ സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ കുറേ വീഡിയോസ് ഞങ്ങൾ ഇടയ്ക്ക് വെച്ച് ഡിലീറ്റ് ചെയ്തായിരുന്നു കേട്ടോ. കുറച്ച് പ്രശ്നങ്ങൾ വന്നപ്പോൾ ഞങ്ങളുടെ കുറേ വീഡിയോസ്, അതായത് 2 മില്യൺ, 6 മില്യൺ ഒക്കെ ആയിട്ടുള്ള, 10 മില്യൺ ആയിട്ടുള്ള
അതായത് നമ്മുടെ കല്യാണം കഴിഞ്ഞ ആ സമയത്ത് 10 മില്യൺ ആയ വരെ വീഡിയോസ് ഉണ്ടായിരുന്നു. നമ്മളതൊക്കെ കുറേ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. കാരണം നമുക്ക് കുറേ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ നമ്മളങ്ങനെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം പിന്നെ നമ്മളങ്ങനെ വീഡിയോസ് ഒന്നും ഇടുന്നില്ലായിരുന്നു. പിന്നെ ഇടയ്ക്ക് വെച്ച് വീഡിയോ ഇടും. എന്താ ഇങ്ങനെയൊക്കെ ഇപ്പം ചിറകുണ്ട്. ഇടയ്ക്ക് വെച്ച് നമ്മൾ വീഡിയോ ഇടും, വീണ്ടും വീഡിയോ ഇടത്തില്ല, വീണ്ടും വീഡിയോ ഇടും, അങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ 36 മില്യൺ. സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി സത്യത്തിൽ. ഭയങ്കര അതൊരു ഇച്ചാൻ പറഞ്ഞപ്പോഴും നമ്മളിങ്ങനെ പഴയ വീഡിയോസ് അങ്ങനെ ഇത്ര ആകുമെന്നൊന്നും വിചാരിക്കുന്നില്ലല്ലോ. അപ്പൊ നമ്മളെ ശ്രദ്ധിച്ചില്ല. സത്യം. എടി നീ അറിഞ്ഞോ നമ്മുടെ ഒരു വീഡിയോ 37, ഞാൻ പറയുന്ന സമയത്ത് 37. ഏത് ഞാനായിട്ടിരുന്ന് തപ്പി 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 കണ്ടുപിടിച്ച് അങ്ങനെ മനസ്സിലായി. ഇത് ഞങ്ങളുടെ ഓൺ വോയിസ് വീഡിയോ. നമ്മൾ ഇങ്ങനെ മ്യൂസിക് ചെയ്തതോ ഒന്നുമില്ല. ഇപ്പം മറ്റേ 3 മില്യൺ ആയത് നമ്മൾ നടന്നു വരുന്നു, അതിൻ്റെ കൂടെ ഒരു മ്യൂസിക് ഇട്ടേക്കുന്നത്, അതാണ് 3.6 മില്യൺ ആയത്. അതിപ്പോൾ കൂടിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ ലാസ്റ്റ് നോക്കുന്ന സമയത്ത് 2 ദിവസമായി ഞാൻ നോക്കിയിട്ട്. ഇപ്പോൾ യൂട്യൂബ് ഒന്നും ഞാൻ അങ്ങനെ ശ്രദ്ധിക്കുന്നില്ല, അത് കാരണമാണെങ്കിൽ അങ്ങനെ നോക്കിയില്ല. അപ്പം 3.6 മില്യൺ ഞാൻ ലാസ്റ്റ് നോക്കുന്ന സമയത്ത്, പിന്നെ കൂടിയോ കുറഞ്ഞോ ഒന്നും നമുക്ക് അറിയില്ല, കുറയത്തില്ല കൂടത്തില്ലേ ഉള്ളൂ. അപ്പോൾ ഇത് ഞാൻ ഒരു ദിവസം ഇങ്ങനെ വീഡിയോ അപ്ലോഡ് ചെയ്ത സമയത്ത് ഇങ്ങനെ തിരക്കിക്കൊണ്ടിരുന്ന സമയത്ത് എന്താ കുഴപ്പമില്ല. എന്ത് കുഴപ്പം പറഞ്ഞത് കൊണ്ട് ചോദിച്ച മുമ്പത്തെ ആ ഒരെണ്ണം മാത്രം. അതായത് ഇതാണെന്ന് നടത്തില്ല, ഇതും അതുപോലെ തന്നെയായിരുന്നു. ഇപ്പുറത്തെ സൈഡ് കുഴപ്പമില്ല. അപ്പോൾ ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് 37 സംതിങ് മില്യൺ ആയിട്ടുണ്ടെന്ന് കാണിച്ചു. ഞെട്ടിപ്പോയി, അന്താളിച്ചു പോയി സത്യം പറഞ്ഞു ഞങ്ങൾ. എന്തായാലും ഒരുപാട് 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 സന്തോഷം വന്നു. അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബിലാണെങ്കിലും നമ്മുടെ മൂന്നാർ പോയിട്ടുള്ളൊരു വീഡിയോ വൈറലായതിനു ശേഷമാണ് നമുക്ക് ഇന്റർവ്യൂ വന്നത് കേട്ടോ. ആ വീഡിയോ കണ്ടിട്ടാണ് അവർ നമ്മളെ ഇന്റർവ്യൂവിന് വിളിച്ചതെന്ന് അവർ പറയുകയും ചെയ്ത്. ആ ഏഞ്ചൽ പറഞ്ഞു നമ്മുടെ ആ വീഡിയോ കണ്ടിട്ടാണ് നമ്മളെ ഇൻ്റർവ്യൂവിന് വിളിച്ചത്. അതുപോലെ തന്നെ ഒരുപാട് സെലിബ്രിറ്റീസൊക്കെ വന്ന് കമൻറ്റ് ഇട്ടു. ഒത്തിരി പേര് നമുക്ക് കമൻറ്റും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. അതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്. ഒത്തിരി പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അതിലും നമുക്ക് സന്തോഷമുണ്ട്. പിന്നെ നമ്മുടെ യൂട്യൂബിലാണെങ്കിലും അത്യാവശ്യം വീഡിയോസൊക്കെ ആ സമയത്തൊക്കെ വൈറലായി. പിന്നെ ഇപ്പോൾ നമ്മൾ കുറച്ച് നാളുകൊണ്ട് വീഡിയോ ഇടാത്തുണ്ട്. അതായത് നമുക്കറിയാം നമ്മൾ വീഡിയോ ഇട്ടില്ലെങ്കിൽ നമുക്ക് വരുമാനം കിട്ടത്തില്ലെന്ന്. അതുകൊണ്ട് തന്നെ എനിക്ക് ഡോളറൊന്നും ഇപ്പോൾ കയറുന്നില്ല. നമുക്ക് തിരക്കും കാര്യങ്ങളും ആയതുകൊണ്ട് നമുക്ക് വീഡിയോ ഇടാനും പറ്റുന്നില്ല. പിന്നെ എന്താണ് ഓരോരോ കാര്യങ്ങൾ, ഓരോരോ പ്രശ്നങ്ങൾ. ഇപ്പം വീട്ടിൽ ഇരിക്കാൻ പറ്റുന്നില്ല, അതുപോലെയുള്ള തിരക്കായിപ്പോയി. പക്ഷേ ജോലിയാണെന്ന് ചോദിച്ചാൽ ജോലിയല്ല അല്ലേ. ഞാൻ വീട്ടിലില്ല സത്യത്തിൽ. വീട്ടിൽ ഇരിക്കാൻ നടക്കുവോ കൂട്ടുകാരൻ്റെ കൂടെ, രാത്രി കയറി വരും. പിന്നെ പറ, കേട്ടിട്ട് വേണം എനിക്ക് അടുത്ത ഡയലോഗ് അടിക്കാൻ. അങ്ങനെ പറയരുത്, ഇച്ചിരി കൂടെ ഒന്ന് പറയാം. അതുകൊണ്ട് എനിക്ക് സമാധാനമുണ്ട്. വീട്ടിനകത്ത് ഇരുന്നിട്ട് അതില്ല ഇതില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് അതെടുക്ക് ഇതെടുക്കെന്ന് പറയുന്നത് കേൾക്കണ്ടല്ലോ. എനിക്ക് സമാധാനമുണ്ട്. അതുകൊണ്ട് എടുത്തു തരാവോ, ഇച്ചായ ഇങ്ങോട്ടൊന്ന് വരാവോ? ഞാനതല്ല വിളിക്കും. ഞാൻ ഇവിടെ ഉണ്ടെങ്കിൽ എപ്പോഴും ഇങ്ങനെ വിളിച്ചിരിക്കുവേ. പക്ഷെ ഞാനില്ലെങ്കിൽ പിള്ളേരെ വിളിക്കും. എന്തായാലും എനിക്ക് എടുക്കണമല്ലോ സാധനങ്ങളൊക്കെ. ഇന്നലെയാണ് മിനിഞ്ഞാന്ന് കണ്ട അമ്മ. അപ്പം ഞാൻ ഇവിടെ എന്തോ ചെയ്തോണ്ടിരിക്കും. അപ്പം പിള്ളേർ ഇവിടുന്ന് കളിക്കുക, അമ്മ അപ്പുറത്ത് ടി വി കാണുക. അന്നേരം കുറച്ചു നേരം കഴിയുമ്പോൾ ഗബ്രൂട്ടിനെ കൊണ്ട് അമ്മ അപ്പുറത്തോട്ട് പോയി. അപ്പോൾ പിള്ളേരും ആ പുറകെ പോയി. അപ്പോൾ എനിക്ക് തേങ്ങ അരയ്ക്കണമായിരുന്നു. അപ്പം നമ്മുടെ മിക്സി ഇതും ജാറില്ലാത്തതുകൊണ്ട് അപ്പുറത്തുനിന്ന് അരയ്ക്കണം. അപ്പം ഇവരവിടെ ചെന്നതേ ഉള്ളൂ. അപ്പം ഞാൻ ക്രിസ്റ്റീന ഗർഭത്തിന് അമ്മ എന്തു പാടി അവിടെ ഇരിക്കുമ്പോ ഇവിടെ നിന്ന് വിളിക്കും, ഇവിടെ ഇരിക്കുമ്പോ അവിടെ നിന്ന് വിളിക്കും എന്ന് പറഞ്ഞ പോലെയാ വിളിക്കും. കാരണം എനിക്ക് പറ്റാത്ത കാര്യങ്ങള് ഇപ്പൊ നമ്മുടെ ഈ റാക്ക് തുറക്കണം, റാക്കിൽ സാധനങ്ങൾ കയറി കഴിഞ്ഞപ്പോൾ റാക്കിൽ വെയിറ്റ് ആയി കേട്ടാ. റാക്കിൽ നല്ലോണം വെയിറ്റ് ആയി. അപ്പൊ റാക്ക് തുറക്കാൻ പറ്റുന്നില്ല ഡോറയ്ക്ക്. പിന്നെ വെച്ചാലും ഇപ്പൊ നിലത്തൊക്കെ ഗബ്രൂട്ടൻ ഇപ്പൊ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതല്ല, ഗബ്രൂട്ടൻ എന്ത് സാധനം ഉണ്ടെങ്കിലും ഇപ്പൊ എടുത്ത് നിലത്ത് വെക്കും. അപ്പം ഇവക്ക് എടുക്കാൻ പറ്റത്തില്ല, അവിടെ നിന്ന് ഒരാൾ കൈ കാണിക്കുന്നേ. അപ്പോൾ ഗബ്രൂട്ടനാണെങ്കിൽ സ്കൂളിൽ പോയിരിക്കട്ടാ. ഇന്ന് 15 ആഗസ്റ്റ് 15 ഇവനോട് ഇന്ന് സ്കൂളിൽ ചെല്ലണം എന്ന് പറഞ്ഞു. എന്നിട്ട് ഇവിടെ വന്ന് പറഞ്ഞു സ്കൂളിൽ ചെല്ലണ്ട. ടീച്ചറൊന്നും പറഞ്ഞില്ല, പരിപാടി ഉണ്ടോന്ന് അറിയത്തില്ല. ടീച്ചറൊന്നും പറഞ്ഞില്ല. ടീച്ചറോട് ചോദിച്ചു, ടീച്ചർക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞു. ഞാനാണ് നിജാദിനെ കണ്ട് നീ ഇന്ന് ചെല്ലണമെന്ന് പറഞ്ഞായിരുന്നു. നിജ എന്താ കൈ കയറ്റിയാ? ഇല്ല, ചെറുതായിട്ട് തൊലിയുള്ളൂ. ഇപ്പോഴും കൂടെ കത്തിരാകിച്ചേട്ടാ. അവിടെ ഇരുന്നോണ്ട് പ്രിൻസി വളരെ വഴക്കുറയാണ്. പ്രിൻസി ഇന്ന് രാവിലെ സ്കൂളിൽ പോയി, വെള്ളയൊക്കെ ഇട്ടിട്ട് സ്കൂളിൽ പോയിട്ട് ജാഥയ്ക്കൊക്കെ പോയിട്ട് വന്നത്. ഇവൻ എല്ലാ കൊല്ലം ഇങ്ങനെ തന്നെ ഓഗസ്റ്റ് മാസം ആകുമ്പോഴത്തേക്കും. അങ്ങനെയല്ല, ഇവന് പൊതുവെ ഒരു പരിപാടിക്കും പോകത്തില്ല. ഓണം സെലിബ്രേഷൻ, ക്രിസ്മസ് ആയിക്കോട്ടെ, നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ കുത്തി വേണം പോടാന്ന്. പക്ഷെ നേരെ മറിച്ച് അവള്
അവൾക്ക് എല്ലാത്തിനും പോകണം. പ്രിൻസിയുടെ വെച്ചാൽ എല്ലാത്തിലും പങ്കെടുക്കണം. പക്ഷെ പാട്ട് പാടാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്നൊക്കെ പാട്ട് പഠിച്ചിട്ട് പോകും കേട്ടോ, ഭയങ്കരമായിട്ട് പാട്ട് പഠിച്ചിട്ട് പോകും. പക്ഷെ അവിടെ ചെന്ന് കഴിയുമ്പോൾ കുഴപ്പമില്ല, തൊലി പോയതേ ഉള്ളൂ, തൊലി കീറുതുള്ളൂ, ചോരയില്ലല്ലോ. ഇല്ല. അപ്പൊ ഇവിടുന്ന് പാട്ടൊക്കെ പഠിച്ചിട്ട് പോവേ, എന്നിട്ട് സ്കൂളിൽ ചെന്നിട്ട് സ്റ്റേജിൽ കയറി നിൽക്കും. എന്നിട്ട് നമ്മളാണെങ്കിലേ ഇവിടെ നിന്ന് കഴിയുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് പോകാൻ പറ്റത്തില്ലല്ലോ. ഇപ്പൊ ആ സമയത്തൊക്കെ വെച്ചാല് കുഞ്ഞൊക്കെ ഉള്ളതുകൊണ്ട് ഇവളും കുഞ്ഞും വയ്യാതൊക്കെ ഇരിക്കുന്ന സമയത്തൊക്കെ നമുക്ക് പോകാനൊന്നും പറ്റില്ല. അപ്പൊ നമ്മളിങ്ങനെ എല്ലാം പഠിപ്പിച്ച് വിടും. എന്നിട്ട് നമ്മൾ വരുമ്പം പാടിയായിരുന്നു, ഇല്ല ഞാൻ സ്റ്റേജിൽ കയറിയപ്പോ മറന്നുപോയി. ഇത്തവണ സ്കൂളിലത്തെ എന്താ മോളുടെ സ്കൂളിലത്തെ വൈസ് ചെയർമാൻ ഒരു കാര്യമില്ല, എന്താ ഷീറ്റ് കുത്തികളൊക്കെ. ഇല്ല, സംഗതി എന്ന് വെച്ചാല് എനിക്ക് അവിടെ വൈസ് ചെയർമാൻ ആയതിനു ശേഷം അതുവരെ എനിക്ക് വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. എപ്പോ വിളിച്ചാലും ചെല്ലാൻ പറ്റുന്ന നമ്മുടെ തിരക്കിന് പിന്നിൽ നമ്മുടെ ഷോർട്ട് ഫിലിമാണ്. അതുകൊണ്ടാണ് കേട്ടോ. അത് നമ്മള് പിന്നെ നമ്മുടെ ആ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് 2 പേര് നമ്മുടെ വീട്ടിലോട്ട് ഇന്ന് വൈകുന്നേരം വരും. നിങ്ങൾക്ക് അറിയാം, പറ്റുവാണെങ്കിൽ ഞങ്ങള് നൈറ്റ് ഗബ്രൂട്ടിനൊക്കെ ഉറങ്ങി അവരും കൂടെ വന്നതിന് ശേഷം നമുക്ക് ലൈവ് വരുന്നതായിരിക്കും. ലൈവ് മാത്രമല്ല, ഇനി അങ്ങോട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ വീഡിയോസിലേക്ക് അവർ കാണും. എന്തായാലും 3-4 ദിവസം അവർ കാണും നമ്മുടെ സ്റ്റേ ആണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഷോർട്ട് ഫിലിമിന്റെ ഓരോ നായികയാണ് വരുന്നത്. നായകൻ ആരാന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, നമ്മുടെ നാസിയാണ് നായകൻ, അതെല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. ഇനി നായികയാണെങ്കിൽ ട്രിവാൻഡ്രത്തുനിന്ന് വരണം. നായികയുടെ ഭാവി വരനും കൂടെയാണ് വരുന്നത്. നിങ്ങൾക്കൊക്കെ കത്തി കാണും. അപ്പോ അങ്ങനെ കുറെ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, ഞാൻ ഇന്നലെ സ്ക്രിപ്റ്റ് വായിച്ചതേ. ഇവിടെ സ്ക്രിപ്റ്റ് എഴുതി വെച്ചിട്ട് 2-3 ദിവസത്തിന് മേളായി, കംപ്ലീറ്റ് ചെയ്തിട്ട് 2-3 ദിവസമായി. ഞാൻ വായിക്കാൻ ചെന്നപ്പോ ബുക്ക് ഇവിടെ ഇല്ലായിരുന്നു. പിന്നെ ഇന്നലെ ആ ബുക്ക് വായിച്ചിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു സ്ക്രിപ്റ്റ്? കൊള്ളാവോ? ക്ലൈമാക്സ് എങ്ങനെയുണ്ട്? കൊള്ളാവോ? കുഴപ്പമില്ല. വെച്ചാ ഇപ്പത്തെ ഒരു സൊസൈറ്റിയിലുള്ളൊരു ബന്ധപ്പെട്ട ഒരു സ്റ്റോറിയാണ്, നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്റ്റോറിയാണ്. അപ്പൊ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഞങ്ങളാണെങ്കിൽ നമ്മുടെ പരിസരത്തുള്ള കുറച്ച് കഥാപാത്രങ്ങളെയൊക്കെ കഥ എടുത്തിട്ട് നമ്മൾ വേറൊരു കാര്യം കൂടി നമ്മൾ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട്. അതൊരിച്ചിരി വലിയ കാര്യമാണ്. അങ്ങനെയല്ല, നമ്മുടെ വലിയ എൻ്റെ ഇച്ഛാനെ എടുത്ത് ഞാൻ എപ്പോഴും പറയാനുള്ള ഒരു ഡ്രീമായിരുന്നു അത്. ഇപ്പം ഈ പറയല്ലോ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ഇപ്പം എവരി ഡോഗ് ഹാസ് എ ഡേ എന്ന് പറയുന്ന പോലെ ഞങ്ങൾക്കിടയിലും മൊത്തത്തിലും എല്ലാത്തിലും കുറേ അധികം പ്രശ്നങ്ങൾ നേരിട്ട നമ്മൾ ഇവിടം വരെ എത്തിയത്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു സന്തോഷം നിറഞ്ഞൊരു ലൈഫ് നമുക്കിപ്പം ഗബ്രൂട്ടൻ വന്നോടുകൂടി, ഗബ്രൂട്ടിന് പ്രശ്നങ്ങളുണ്ട്, എനിക്കും ഉണ്ട്, ഇച്ചായനും ഉണ്ട്, എല്ലാം ഉണ്ട്, എല്ലാവർക്കും അറിയാലോ. പക്ഷെ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വന്ന് ഓരോ കാര്യങ്ങൾ നമ്മൾ നേടിയെടുക്കുക, അല്ലെങ്കിൽ സാധിച്ചു തരിക എന്നൊക്കെ പറയുമല്ലോ. അപ്പോൾ അതിനൊരു ഉദാഹരണം ഇച്ചായന് എൻ്റെ ആഗ്രഹങ്ങളൊക്കെ ഓരോന്ന് സാധിച്ച് തന്നുകൊണ്ടിരിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അടുത്തത്, ഈ വരുന്നതല്ല പിന്നീടുള്ള ഒരു കാര്യം. അതായത് ഡോറ കുറെ വീഡിയോസിൽ അതൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതൊരു വലിയ ഡ്രീമാണ്. നമ്മളത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. എത്രയും വേഗം അതിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നതായിരിക്കും. ഡോറയുടെ ഡ്രീമാണ് അത്. എൻ്റെ ഡ്രീം അതല്ല, എൻ്റെ ഡ്രീം വേറെ. പക്ഷെ നമുക്ക് നമ്മുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിനേക്കാളും കൂടുതൽ സംതൃപ്തി തോന്നും നമുക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരുടെ അവരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റി കൊടുക്കുമ്പോൾ. അപ്പോൾ ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് എനിക്ക്. അതെ, നമ്മൾ എല്ലാവരും കമന്റ് ഇടാറുണ്ട്, പ്രിൻസിനെയും കാണിക്കുന്നില്ല, അവരെവിടെയാ എന്നൊക്കെ ചോദിച്ചിട്ട് കമന്റ് ഇടാറുണ്ട്. സ്കൂളിൽ പോകുന്ന സമയത്ത് നമ്മൾ വീഡിയോ എടുക്കുന്നോണ്ടാണ് പിള്ളേരില്ലാത്തത്. പിന്നെന്ന് വെച്ചാൽ നമ്മൾ രാത്രി ഇപ്പൊ അങ്ങനെ വീഡിയോ എടുക്കുന്നില്ല, ഷോർട്സോ കാര്യങ്ങളൊന്നും രാത്രി ഇപ്പൊ അങ്ങനെ എടുക്കാത്തത് കൊണ്ടാണ് കുഞ്ഞുങ്ങളെ കാണിക്കാൻ പറ്റത്തില്ല. ഇവർ രാവിലെ പോകുന്ന സമയത്ത് നമ്മൾ അങ്ങോട്ട് ഒരു എന്താ പറയുന്ന ഒരു ഓട്ടമാണ് കുറച്ച് നേരത്തേക്ക്. പിന്നെ നമ്മൾ 7 മണി 7:45 7:30 ആകുമ്പോഴത്തെ പിള്ളേരെ വിളിച്ച് എഴുന്നേൽപ്പിക്കുവേ. പക്ഷെ 9 മണി കഴിഞ്ഞ് എൻ്റെ കുഞ്ഞുങ്ങൾ ഡ്രസ്സ് ഇട്ട് റെഡി ആവത്തോളൂ. പിന്നെ ഒരു കാര്യമുണ്ടോ, ഒരു ഡ്രസ്സ് എടുത്തിട്ട് അടുത്ത ഡ്രസ്സ് തപ്പി കണ്ട് പിടിച്ചിട്ട് ഏറ്റവും താമസം ഫുഡ് കഴിക്കാൻ 2 പേർക്കും. അവന് പിന്നെ മുടി അവക്ക് പിന്നെ ഇവനതൊന്നും ചെയ്യണ്ടാത്തോണ്ട് കുഴപ്പമില്ല.
അതാ പ്രശ്നം. പിന്നെ പരീക്ഷ കേട്ടോ, 18-ാം തീയതി ഇവനും പരീക്ഷ തുടങ്ങും, മോക്ക് 20-ാം തീയതി തുടങ്ങും. താടി വളർന്നപ്പോ എന്റെ മുഖഷേപ്പൊക്കെ മാറിയേ. പറഞ്ഞു അന്ന് അവിടെ പോയി ആഴിമല ശിവക്ഷേത്രത്തിൽ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നേ. അതിന്റെ വീഡിയോ നമ്മുടെ അതിന്റെ മോണിറ്റൈസേഷൻ ഓൺ ആക്കിയായിരുന്നോ? നിങ്ങളല്ല അവിടുന്ന് കണ്ടേ? അത് മോണിറ്റൈസേഷൻ ഓൺ ആക്കിയതാണ് തോന്നുന്നത്. എനിക്കറിയില്ല ഓൺ ആക്കിയോ ഇല്ലയോ എന്നൊന്നും അറിയാൻ വയ്യ. അപ്പം അതിന്റെ എന്താ പറയാ, അതിൻ്റെ ഇതാണെങ്കിൽ ഞങ്ങൾ പോയതിൻ്റെ ആ സമയത്ത് ഫോട്ടോ എടുത്തപ്പോൾ നാസി പറഞ്ഞു മുഖമൊക്കെ ഒരുമാതിരി ആയിപ്പോയെന്ന്. അപ്പോൾ ഇതൊക്കെയാണ് കൂട്ടുകാരെ നമ്മുടെ വിശേഷങ്ങൾ. അപ്പോൾ കുറേ നാളുകൊണ്ട് നമ്മൾ വീഡിയോസ് ഒന്നും ഇടുന്നില്ലായിരുന്നു. ഇനി നമ്മൾ മാക്സിമം എല്ലാ ദിവസവും വീഡിയോസ് ഇടാൻ ശ്രമിക്കുന്നതായിരിക്കും. ഷോർട്സുകൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നതായിരിക്കും. ഇതേ പ്രിൻസിയും വന്നിട്ടുണ്ട്. നമ്മുടെ ഓഗസ്റ്റ് 15-ന്റെ ഘോഷയാത്രയൊക്കെ കഴിഞ്ഞിട്ട് ഇതാ വന്നിരിക്കുകയാണ്. പോയി മുട്ടായിക്കെ തിന്നിട്ട് പായസം കുടിച്ചില്ലല്ലേ? പായസം ഇല്ല, ഞാനും പായസം, നമ്മുടെ കാലത്ത് പായസം ഉണ്ടായിരുന്നു. അപ്പോൾ കൂട്ടുകാരെ ഞങ്ങൾ ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.